നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ കോൺവെർസേഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങിയായിരുന്നു, സംഭാഷണങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളൊരു സീരീസ്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ സംഭാഷണങ്ങൾ മാത്രം, അതായത് കോൺവെർസേഷനുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഗ്രാമാറ്റിക്കലായിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സംഭാഷണങ്ങൾ പറയും, എന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് മലയാളത്തിലുള്ള ആശയം പറഞ്ഞു തരും. അത്രയുമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോൺവെർസേഷനിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചെറിയൊരു കോൺവെർസേഷൻ നോക്കാം, ചെറിയൊരു സംഭാഷണം നോക്കാം. ടോമും താരയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമുക്ക് നോക്കാം. ടോം പറയുകയാണ്, എക്സ്ക്യൂസ് മീ, ആർ യു അമേരിക്കൻ? നീ അമേരിക്കനാണോ? താര പറയുന്നു, നോ, അല്ല. ടോം പിന്നെയും ചോദിക്കുന്നു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? താര പറയുന്നു, എ ലിറ്റിൽ ബട്ട് നോട്ട് വെരി വെൽ. അതായത് കുറച്ചേ സംസാരിക്കത്തുള്ളൂ, വളരെ നന്നായിട്ട് സംസാരിക്കത്തില്ല എന്നാണ് ബട്ട് നോട്ട് വെരി വെല്ലിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പിന്നീട് ടോം ചോദിക്കുകയാണ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? നീ എത്ര നാളായിട്ട് ഇവിടെയുണ്ട്? മീൻസ് ആ സ്ഥലത്ത് ഉണ്ട്. അപ്പം താര പറയുകയാണ്, 3 months, 3 മാസമായിട്ട് ഞാനിവിടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാവ് ബീനും ചേർത്ത് ആൻസർ പറയാം. ഹാവ് ബീൻ ചേർത്ത് പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 months എന്നും പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബട്ട് നമുക്ക് ഡയറക്റ്റ് ആ കാലയളവ് ഡയറക്റ്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിടെ താര പറയുകയാണ് 3 months എന്ന്. അപ്പോൾ ടോം ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഫോർ വർക്ക്? നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡു യു ഡു ഫോർ വർക്ക്? നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യം വരും, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതേപോലെ നേറ്റീവ് സ്പീക്കേഴ്സും എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പ്രഷനാണ്, ഈ ഒരു സെൻറ്റൻസാണ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ടോം ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഫോർ വർക്ക്? താര പറയുകയാണ്, ഐ ആം സ്റ്റുഡൻറ്റ്. ഞാൻ സ്റ്റുഡൻ്റാണ്, വർക്ക് ചെയ്യല്ല, ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുകയാണ്. എന്നിട്ട് താര ചോദിക്കുകയാണ്, ഹൗ അബൌട്ട് യു? താങ്കളോ നീയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താങ്കളോ എന്ന് അത് ചോദിക്കാൻ വേണ്ടി അവിടെ ചോദിച്ചിരിക്കുന്ന മെത്തേഡ് കണ്ടല്ലോ, ഹൗ അബൌട്ട് യു, താങ്കളോ എന്നൊരാശയമാണ് ഹൗ അബൌട്ട് യു എന്നുള്ളത്. അപ്പോൾ ടോം പറയുവാണ്, ഐ ആം സ്റ്റുഡൻറ്റ് ടു, ഞാനും സ്റ്റുഡൻ്റാണ്. അപ്പം സ്റ്റുഡൻ്റാണ് എന്ന്, ഞാനും സ്റ്റുഡൻ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഐ ആം സ്റ്റുഡൻറ്റ് ടു, TOO ചേർത്തിരിക്കുന്നത് കണ്ടോ? ആ ഒരു എക്സ്പ്രഷൻ കണ്ടോ? അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ കാണുവാനും ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ആശയം മെത്തേഡ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനും സ്റ്റുഡൻ്റാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കോൺവെർസേഷൻ. അപ്പം അതിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട 2 കാര്യം. ഒന്നാമത്തെ, ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? എത്ര നാളായി നീ ഇവിടെ ഉണ്ട്? ആ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തത്, വാട്ട് ഡു യു ഡു ഫോർ വർക്ക്? നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആ 2 സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് ആവശ്യം വരും. അതേപോലെ ഒന്നും കൂടെ വേണം, ഹൗ അബൌട്ട് യു, താങ്കളോ എന്ന് ചോദിക്കാൻ വേണ്ടി ആ ഒരു എക്സ്പ്രഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കോൺവെർസേഷനിലേക്ക് കിടക്കാം. ഇവിടുത്തെ ആശയം ഇതെന്ന് വെച്ചാൽ, താരയുടെ സുഹൃത്തിനെ ടോമിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു സംഭാഷണമാണ്. നമുക്ക് നോക്കാം. ആ ഒരു ഐഡിയയിലുള്ള കുറച്ച് സംഭാഷണങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ താരയുടെ സുഹൃത്തായ സാറയെ കൊണ്ടുവന്ന് ടോമിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്ന സംഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. താര പറയുകയാണ്, ടോം, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്സിസ് സാറ. ഇതെൻ്റെ സുഹൃത്ത് സാറയാണ്. അവിടെ മിസ്സിസ് സാറ എന്നാണ് താര ഇൻട്രൊഡ്യൂസ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, മിസ്സിസ് എന്ന് വെച്ചാൽ MRS എന്ന് കണ്ടല്ലോ ആ പേരിന് മുന്നിൽ. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മിസ് എന്ന് പറയാം. വളരെ ഫോമലായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഫോമലായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മിസ്സിസ് എന്നൊന്നും പറയത്തില്ല, പേരേ പറയത്തുള്ളൂ, സാറ എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരു ഫോമലായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പം പറയാണ്, ടോം, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്സിസ് സാറ. അപ്പോൾ ടോം സാറയോട് പറയാണ്, ഹായ്, നൈസ് ടു മീറ്റ് യു, കണ്ടതിൽ സന്തോഷം. അപ്പോൾ സാറ പറയാണ്, താരയുടെ ഫ്രണ്ടായ സാറ പറയുകയാണ്, നൈസ് ടു മീറ്റ് യു ടു, നിങ്ങളെയും കണ്ടതിൽ സന്തോഷം എന്ന് പറയുകയാണ്. അപ്പോൾ ടോം പറയാണ്, മിസ്സിസ് സാറ, വാട്ട് ഡു യു ഡു ഫോർ വർക്ക്? നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അപ്പോൾ സാറ് പറയുകയാണ്, ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ടോം ചോദിക്കുകയാണ്, ഓ, വേർ ഡു യു വർക്ക്? താങ്കൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറ് പറയുകയാണ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്ക് സിറ്റി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്ക് സിറ്റി. എന്നിട്ട് പിന്നെ സാറ് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു? നീ എന്താണ് ചെയ്യുന്നത് എന്ന് ടോമിനോട് ചോദിക്കുകയാണ്. ടോം പറയുകയാണ്, ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്.
അപ്പോൾ സാറ് പിന്നെയും ചോദിക്കുകയാണ്, വാട്ട് ഡു യു ടീച്ച്? നീ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് സാറ് ചോദിക്കുകയാണ്. അപ്പോൾ ടോം പറയുകയാണ്, ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് എന്ന് ആൻസർ പറയുകയാണ്. അപ്പോൾ സാറ് ചോദിക്കുന്നു, വെയർ, എവിടെ? ടോം പറയുന്നു, അറ്റ് ഹൈസ്കൂൾ ഇൻ കാലിഫോർണിയ, കാലിഫോർണിയയിലെ ഒരു ഹൈസ്കൂളിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സാറ് പറയുകയാണ്, തിരിച്ച് പറയുകയാണ്, ദാറ്റ്സ് നൈസ്, ഹൗ ഓൾഡ് ആർ യു? എത്ര വയസ്സായി, താങ്കൾക്ക് എത്ര വയസ്സായി? ടോം പറയാണ്, ഐ ആം 35. അപ്പോൾ വളരെ ഫോമലായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു അത്. ഫ്രണ്ട്സുകൾ തമ്മിലല്ല, പുതിയതായിട്ട് പരിചയപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിലായിരുന്നു. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ മുമ്പിലത്തെ കോൺവെർസേഷനും ഈ കോൺവെർസേഷനും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട രണ്ട് സെൻറ്റൻസ്, വാട്ട് ഡു യു ഡു ഫോർ വർക്ക്, പിന്നെ ഒന്നാമത്തെ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഹൗ എബൌട്ട് യു, ഈ മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യം വരും, നമ്മൾ ഡെയിലി സംസാരിക്കാറുള്ളതാണ് ഈ സെൻറ്റൻസുകളെല്ലാം. അതായത് ഈ രണ്ട് കോൺവെർസേഷൻ ഒന്ന് റിവൈസ് ചെയ്യുക, നമുക്ക് ആവശ്യം വരും. കോൺവെർസേഷനുകൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഓർക്കുക, പ്രാക്ടീസാണ്. പൊതുവേ നമ്മൾ പുറത്ത് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ പുറത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. മീൻസ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇന്ത്യക്ക് പുറത്തുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടെ ആരുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ നാവിൽ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കോൺവെർസേഷനുകളൊക്കെ കേൾക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ മെയിൻ ക്ലാസ് കാണാൻ മറക്കരുത്. മെയിൻ ക്ലാസ്സിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, എക്സ്പ്രഷനുകളും ഒക്കെ ഞാൻ എടുക്കുന്നത്. അതിൽ ഒരുപാട് എക്സാമ്പിൾ സെൻറ്റൻസ് കാണും. ഒരേ എക്സ്പ്രഷൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.